നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിലെ ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റി പോണ്ടയിൽ 171ാമത് ഗുരുജയന്തി ആഘോഷങ്ങൾ നടന്നു. മുഖ്യ അതിഥിയായിരുന്ന ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും രാവിലെ 8 മണിക്ക് ശാന്തി ഭവനത്തോടെ പരിപാടി ആരംഭിച്ചു. ഗോവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തം പരിപാടി വിജയകരമാക്കി. ഉച്ചകഴിഞ്ഞ് 2:30 വിവിധ ഇനം കലാപരിപാടികൾ നടക്കുകയുണ്ടായി. ജനപങ്കാളിത്തം കൊണ്ട് സമൃദ്ധമായിരുന്നു ഈ വർഷത്തെ ഗുരുജയന്തി എന്ന് ഭാരവാഹികൾ അറിയിച്ചു. നന്ദി പ്രസംഗത്തിൽ പ്രസിഡന്റ് ശശിധരൻ ഗോപാൽ ഗോവയിലെ വിവിധ മതങ്ങളിലും വിശ്വാസങ്ങളിലും പെട്ട ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു. 2022 ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണം ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്ന മനോഹര ദൃശ്യമായി ആകാശത്ത് ദൃശ്യമായി. ഈ അപൂർവ പ്രതിഭാസം നഗരവാസികൾക്ക് അവിസ്മരണീയമായ കാഴ്ചയാണ് സമ്മാനിച്ചത്. ചന്ദ്രൻ രക്തവർണ്ണത്തിൽ പ്രകാശിച്ചപ്പോൾ ആകാശം മനോഹരമായ ഒരു ദൃശ്യവിരുന്നായി മാറി. ഈ ചന്ദ്രഗ്രഹണം 2022 ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രഹണങ്ങളിൽ ഒന്നായിരുന്നു. വാസ്കോയിൽ 4 ഇലക്ട്രിക് ബസ്സുകൾ ഉദ്ഘാടനം ചെയ്തു. വാസ്കോയിൽ കദംബ ബസ് സ്റ്റാൻഡിൽ MLA ശ്രീ കൃഷ്ണ സാൽക്കർ 4 ഇലക്ട്രിക് ബസ്സുകൾ ഉദ്ഘാടനം ചെയ്തു. മൊർമുഗാവ് മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സൺ ഗിരീഷ് ബോർക്കർ, കൗൺസിലർ ഷമി സാൽക്കർ, കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. വാസ്കോ മർഗോ റൂട്ടിൽ ഈ ബസ്സുകൾ സർവീസ് നടത്തും. പഴയ ഡീസൽ ബസ്സുകളുടെ മോശം അവസ്ഥയും ശബ്ദ മലിനീകരണ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ ഇലക്ട്രിക് ബസ്സുകൾ സഹായിക്കുമെന്ന് സാൽക്കർ പറഞ്ഞു. 14 ഇലക്ട്രിക് ബസ്സുകളിൽ 4 വാസ്കോയ്ക്ക് ലഭിച്ചതിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനും ഗതാഗത മന്ത്രി മൊയിൻ ഗോഡിൻഹോയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഷട്ടിൽ ബസ് സേവനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ടൂറിസ്റ്റുകൾക്കായി പ്രത്യേക ബസ്സുകൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാസ്കോ ബസ് സ്റ്റാൻഡ് ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കിപ്പണിയാൻ പദ്ധതിയുണ്ടെന്നും ദീപാവലിക്ക് മുമ്പ് നിർമ്മാണം ആരംഭിക്കുമെന്നും സാൽക്കർ അറിയിച്ചു. ചന്ദ്രഗ്രഹണം കാണാനൊരുങ്ങവേ മർഗാവിൽ വീട് കത്തി നശിച്ചു. മർഗാവിലെ തെലോലിം വില്ലേജിൽ ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോടെ ഒരു വീട്ടിൽ വൻ തീപിടുത്തമുണ്ടായി. 2 LPG സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും വീട്ടിലുണ്ടായിരുന്ന എല്ലാ അലമാരകൾ, വാഷിംഗ് മെഷീൻ, കസേരകൾ, മേൽക്കൂരയിലെ ഓടുകൾ, പാത്രങ്ങൾ, ചുമരുകൾ എന്നിവ നശിച്ചു. വീട്ടുകാർ ചന്ദ്രഗ്രഹണം കാണാനുള്ള ചർച്ചയിലായിരുന്നപ്പോഴാണ് തീ ആളിപ്പടർന്നത്. മർഗോ ഫയർ ബ്രിഗേഡ് 2 വാട്ടർ ടെൻഡറുകൾ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. 2 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചെങ്കിലും ഫയർ ബ്രിഗേഡ് 2 സുരക്ഷിതമായി നീക്കം ചെയ്തു. സ്റ്റോർ റൂമിൽ വെള്ളം തിളപ്പിക്കാൻ തീ കത്തിച്ചതായും അവിടെ നിന്നോ ഷോർട്ട് സർക്യൂട്ട് മൂലമോ തീ പടർന്നിരിക്കാമെന്നും വീട്ടുടമ പ്രകാശ് പർമാർ പറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.